ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് കാശി വിശ്വനാഥ സ്വാമിയിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു നിമിഷം എന്ത് ബ്ലെസ്സിങ്സാണ് കിട്ടുന്നത്, എന്തൊക്കെ മെസ്സേജാണ് കാശി വിശ്വനാഥന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ മണികർണിക ഭട്ടിൻ്റെ ആ ഒരു വീഡിയോ കൂടി ചേർത്തേക്കാം. കാശിയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചേർത്തേക്കാം. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ ഭഗവാനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. കാശി വിശ്വനാഥനെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾക്ക് യോഗമുള്ള സമയം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ട്, അതിൽ നിന്ന് ഓവർകം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ ടൈം എത്തിയാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ദിസ് വാസ് ഡെസ്റ്റിൻഡ് ആണ് വന്നിട്ടുള്ളത്. ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദിസ്. യുവർ പ്രയേഴ്സ് ഹാവ് ബീൻ accepted. Abundance and prosperity. The hurdles are being removed ആണ്. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഇനി നമുക്ക് റൗണ്ട് ആൻഡ് റൗണ്ട്. So put message in a bottle. Orphaned. Hair power വന്നിട്ടുണ്ട്. മിൽക്ക് ആൻഡ് ഹണി. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ദിസ് വാസ് ഡെസ്റ്റിൻഡ് ആണ്. അപ്പം ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ നിയോഗത്തിലുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ യോഗമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടാത്തത് നമുക്ക് എടുക്കേണ്ടി വരും. നമ്മൾ വേണമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയേണ്ടി വരും. അപ്പോൾ നമ്മളത് അതിൻ്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയണത്. ഇതിൽ ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ യോഗമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പല ആൾക്കാരും പലതരത്തിലുള്ള സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. ജ്യോതിഷമോ ടാരോറ്റോ അല്ലെങ്കിൽ ഹീലിങ്ങോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ നിയോഗത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ നിയോഗത്തിലുള്ളതാണ്. പിന്നെ ചില വ്യക്തികളെ കുറിച്ചാണ് നിങ്ങളിത് ആലോചിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും വ്യക്തി ഈ ഒരാൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ യോഗത്തിലുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഈ ഒരാളും നിമിത്തം നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്ത, നിങ്ങളിപ്പോൾ ഇതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. നിങ്ങൾ തിരിച്ചറിയും, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ നിയോഗത്തിലുള്ളതാണെന്നാണ് ഭഗവാൻ പറയണത്. ഇതിൽ ചില കാര്യങ്ങളിൽ ഡോൺ ഗെറ്റ് ഇൻ ടു ദിസ് ആണ് വന്നിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത് എന്നാണ്. ഇതിൽ വാസുകിയുടെ പുറത്തിരിക്കുന്ന ഭഗവാന്റെ ഒരു ചിത്രമാണ് ഇതിനകത്തുള്ളത്. താമരപ്പൂക്കളും ഉണ്ട്. അപ്പോൾ
അവിടെ ഭഗവാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുറത്ത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണ്ട. മാത്രമല്ല, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക. നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടും നമ്മൾ കമൻറ്റ് പറഞ്ഞും ഒക്കെ നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, ഈ താമര വിരിഞ്ഞിരിക്കുന്നത് പോലെ, താമര ചേറിലാണുള്ളത്, അത് വളരെ ഭംഗിയായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഭഗവാന്റെ അടുത്തതുള്ളത്. അപ്പോൾ വാസുകിയായ പോലും വാസുകിയെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തിയിട്ടാണ് ഭഗവാൻ അതിൻ്റെ മുകളിലുള്ളത്. അപ്പം നമ്മുടെ ചുറ്റും പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം. എല്ലാ കാര്യങ്ങളും മാറ്റാനോ മറിക്കാനോ തിരുത്താനോ ഒന്നും തന്നെ നമുക്ക് പറ്റൂല. നമ്മളുടെ കൂടെയുള്ള വ്യക്തികളെ മാറ്റാൻ പറ്റൂല, നമ്മളുടെ സിറ്റുവേഷൻ മാറ്റാൻ പറ്റൂല, ഒന്നും പറ്റൂല. നമ്മളെ മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളെ, നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളെ മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളത് വിട്ടേക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരുപാട് കർമ്മ ഉണ്ടായിരിക്കും. അവർ ആ കർമ്മ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൽ ഒന്നുകിൽ നല്ല കമൻറ്റ് പറയും, അല്ലെങ്കിൽ മോശം കമൻറ്റ് പറയും. ഇതൊന്നും ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം എന്നാണ് ഈ ഒരു സമയം കാശി വിശ്വനാഥൻ നിങ്ങളോട് പറയുന്നത്. യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാൻ കേൾക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തരുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഭഗവാൻ ഇഷ്ടമുള്ളതേ നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരാൻ പോണില്ല. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യമാണ് ഭഗവാൻ തരാൻ പോണതെന്നാണ്. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കാതെ അതിൻ്റെ ഡെപ്തിൽ തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, അതൊന്നും നടക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടായിരിക്കണം. പക്ഷേ അത് നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രമേ ഭഗവാൻ നമുക്ക് തരുള്ളൂ. അത് മനസ്സിലാക്കുക. കാശി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ജാതി മതഭേദമന്യേ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വേറൊരു എനർജി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ കാശി. പിന്നെ ഞാൻ ഡിവൈൻ മെസ്സേജിൽ പറയാൻ മറന്നുപോയൊരു കാര്യം, കാശിയിലെ ഗംഗാജലം ആരും വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് ആ ബലി തർപ്പണം നടത്തിയ നമുക്ക് ആ ശാസ്ത്രികൾ പറഞ്ഞു തന്നു. കാശിയിലെ ഗംഗാജലം മാത്രം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നതല്ല, ഒരിക്കലും സൂക്ഷിക്കരുത്, അത് ദുരിതം കൊണ്ടുവരുമെന്ന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാശിയിലെ ഗംഗാജലം വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കരുത് എന്നാണ്. വേറെ ത്രിവേണി സംഗമത്തിലെ നമ്മൾ ഗയയിലൊക്കെ വെള്ളം, ഗംഗാജലം നമുക്ക് വേറെ എവിടത്തെ വേണോ സൂക്ഷിക്കാം, പക്ഷെ കാശിയിലത് മാത്രം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാശിയിൽ നമ്മളുടെ ഒരുപാട് ക്ലെൻസിങ് നടക്കും. നമ്മളുടെ ചെയ്ത പാപങ്ങൾ, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ ആ ഒരു മണ്ണിൽ ആ ഒരു കാറ്റിൽ അലിഞ്ഞു പോകട്ടെ. അപ്പം നമുക്ക് അതിൻ്റെതായ ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ കാശിയിൽ പോകുമ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാശിയിൽ പോയിട്ട് വരാൻ പറ്റൂല. കാരണം കർമ്മങ്ങൾ ഒരുപാടുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ. ആ കർമ്മത്തിൻ്റെ കുറേ കണക്ക് അവിടെ പറയേണ്ടി വരും. അങ്ങനെയാണ് കാശി, അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മണികർണിക ഘാട്ട്, അവിടെ 82 ഘാട്ടുകളുണ്ട്. അപ്പോൾ അത് ഓരോ രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്, അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് ഓരോ ദേവതമാർ അവിടെ വന്ന് സ്നാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മണികർണിക ഘാട്ടുണ്ട്, ഹരിശ്ചന്ദ്ര ഘാട്ട്, ഈ 2 ഘാട്ടിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ പോലും ഒരു 25ഓളം ചെത അവിടെ എരിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രത്യേകത ഒട്ടും തന്നെ സ്മെല്ലില്ല, ഒരു ഗന്ധവുമില്ല അവിടുത്തെ ആ ചെത. ഇപ്പം എത്ര ഒരേ സമയം ഇത്രയും ദേഹങ്ങൾ ദഹിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള സ്മെല്ലും അവിടെ ഇല്ല എന്നുള്ളത് അത് നമുക്ക് ഒരു അത്ഭുതം എന്ന് വെച്ചാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ അത്ഭുതം എത്രമാത്രം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
നമ്മൾ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അത്രയും അങ്ങനത്തെ ഒരു ഇതാണ്. അവിടെ തന്നെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവർക്ക് വലിയൊരു വിഷമം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ മൃതദേഹം ദഹിപ്പിക്കാൻ വരുന്ന ആൾക്കാർ വളരെ കാമായിട്ട് വളരെ അവരത് എന്താണ് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ കാശിയിൽ ദഹിപ്പിക്കണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ ശരീരങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ കാമാണ് അവിടെ. നമുക്ക് ജീവിതത്തിൻ്റെ ഒരർത്ഥ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കാശിയിൽ, പ്രത്യേകിച്ച് മണികർണിക ഘാട്ടിൽ പോയി നിന്നാൽ. ഓരോ ഇങ്ങനെ ശരീരങ്ങൾ കൊണ്ടുവരുന്നു, അതുപോലെ ഓരോന്ന് വെക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്ന ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കവിടെ ഉണ്ടാവും കേട്ടോ. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിപ്പോവും. നമുക്കൊന്നും കുറേ സമയം നമ്മളുടെ ബോഡിയും മൈൻഡും രണ്ടായി പോവും. നമുക്കത് പിടികിട്ടൂല കേട്ടോ ആ ഒരു സമയത്ത്. അത് അങ്ങനെയാണ് കാശി. അപ്പോൾ ഇതിൽ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രമേ തരുള്ളൂ എന്നുള്ളതാണ്. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റി. പക്ഷേ ഭഗവാൻ എപ്പോഴും അബണ്ടൻസ് തരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾ ഇപ്പോൾ ആവശ്യം എന്താണോ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് തരും. സമ്പത്ത് സമൃദ്ധിയൊക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ല സന്തോഷത്തിൽ സമൃദ്ധിയിലും ജീവിക്കാൻ അനുഗ്രഹമുള്ളവരാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ അബണ്ടൻസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അബണ്ടൻസ് തരും എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം റിമൂവ് ചെയ്തു എന്നാണ്. യുവർ ഹഡിൽസ് ആർ ബീങ് റിമൂവ്ഡ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ മാറ്റാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാൻ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നു, മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ഒരു സമയം പറയുന്നത്. പിന്നെ ഇപ്പോഴും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത അതേ ഒരു കാര്യം തന്നെ ജീവിതത്തിൽ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും സെയിം കാര്യം നിങ്ങളിലേക്ക് വരുന്നതെന്നാണ്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് അത് ഒരേ പാറ്റേൺ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഒരേ പാറ്റേൺ തന്നെ വന്നുകൊണ്ടിരിക്കും. ചതി വീണ്ടും ചതി അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് നിങ്ങൾ ആദ്യത്തെ ഒരു കാര്യത്തിൽ നിന്നും എക്സ്പീരിയൻസ് എടുക്കാത്തത് കൊണ്ടാണ് രണ്ടാമത് വന്നത്. വീണ്ടും മൂന്നാമത് വന്നതും അതുകൊണ്ടാണെന്നാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അത് പഠിക്കുക തന്നെ വേണം. പഠിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. നമുക്കിപ്പോൾ എന്ത് കാര്യമാണോ രണ്ടാമതും മൂന്നാമതും നമ്മളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നമ്മളെ ഒന്ന് നോക്കുക, നമ്മളൊന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഇതെൻ്റെ ഭാഗത്ത് എന്താണ് ഞാൻ മാറ്റേണ്ടതുള്ളത്? എന്ത് പാഠമാണ് ഞാൻ പഠിക്കാത്തത് ഇതിൽ നിന്നും? അപ്പോൾ നിങ്ങൾ ആ പാഠം പഠിക്കണം എന്നാണ് ഭഗവാൻ പറയണത്. ചോബൂടാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്ഥായിയായിട്ടൊന്നും തന്നെ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറുന്നതിനനുസരിച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു കാര്യം പഠിക്കേണ്ടി വരും എന്നാണ്. പിന്നെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണെന്ന് എന്നാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങളുടെ മുന്നിൽ തന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ആ ഉള്ളിലാണുള്ളത്, നിങ്ങളത് എടുക്കാൻ ശ്രമിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ്, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയണത്. ഓർഫൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പം ഒറ്റപ്പെട്ടു പോയ പോലത്തെ എനർജിയാണ്, ആരും ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാർ അങ്ങനെയല്ല എന്നാണ്.
അപ്പം നമ്മളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക, അതൊക്കെ. പക്ഷേ ചില ആൾക്കാർ വളരെ കുറച്ച് സോള് മാത്രമേ നമ്മളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുള്ളൂ ചില ജന്മങ്ങളിൽ. അപ്പം നമ്മൾ എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോകും. അപ്പം അത് കാരണം ഇതാണ്. അപ്പം എല്ലാവരുടെയും എനർജി ലെവൽ എപ്പോഴും എല്ലാവരുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഈ ഒരു സമയം നിങ്ങൾ യൂസ്ഫുള്ളായിട്ട് ചിലവാക്കുക. ഈ ഒരു സമയം അത് മനസ്സിലാക്കി ചിലവാക്കണം എന്നുള്ളതാണ്. ഹയർ പവറാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹയർ സെൽഫുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആക്കി നിങ്ങളുടെ പവറിനെ റീഗെയിൻ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പവറുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. കാരണം നിഗൂഢമായ പല കഴിവുകളോടും കൂടി വന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കണക്ട് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങളത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഹയർ സെൽഫിൽ നിന്നും ധാരാളം മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മിൽക്ക് ഹണിയാണ്. ധാരാളം സൗഭാഗ്യവും സമ്പത്തും സന്തോഷങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാശി വിശ്വനാഥൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പിന്നെ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈമാണ്. അപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് ടൈമിൽ നിങ്ങളിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യും. കുറേ ആൾക്കാർക്ക് ആൾറെഡി ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. കുറേ ആൾക്കാർ ഈ ഒരു മെസ്സേജ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയണത്. പിന്നെ നമുക്ക് നോക്കാം. പ്രൊട്ടസ്റ്റാണ്. നിങ്ങൾ ഒരു മാറ്റം ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ചിലപ്പം നിങ്ങൾ പുറത്തുള്ള സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ മാറ്റേണ്ടതായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മാറേണ്ടതായിട്ടുള്ള കുറേ കാര്യമുണ്ട്. അത് മാറ്റണം എന്നാണ്. നമ്മളെപ്പോഴും പുറത്ത് യുദ്ധം ചെയ്യാൻ നോക്കും. പുറത്തെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത സാഹചര്യവുമായിട്ടൊക്കെ നമ്മൾ യുദ്ധം ചെയ്യാൻ നോക്കും. നിങ്ങൾ തൽക്കാലം അത് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ എന്താണോ മാറേണ്ടത് അപ്പോൾ അത് ഒന്ന് മാറാൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു സമയം കാശി വിശ്വനാഥൻ നിങ്ങളോട് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇതാണ് മണികർണിക ഘാട്ട്. ഞാൻ ഡിവൈൻ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മണികർണിക ഘാട്ട് എൻ്റെ വീഡിയോ എടുത്തു കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇവിടെ ഒരു 20-25ഓളം ചിതകൾ ഇങ്ങനെ എരിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഓരോരുത്തരെ സംസ്കരിക്കുന്നതാണ്. കുറേയധികം ഉണ്ട്. നമ്മൾ ആ കയറിപ്പോയ സ്ഥലത്ത് ഇതിപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. ഇത് താഴ്ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലത്ത് പോലും അതുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും തന്നെ സ്മെല്ലില്ല. ഇത് ഗംഗയാണ്, ഗംഗാനദിയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ശരീരങ്ങൾ ഒരുമിച്ച് എരിഞ്ഞാലും ആ മൃതശരീരത്തിൻ്റെ ഒരു സ്മെല്ലും ഈ സ്ഥലത്തില്ല എന്നുള്ളതാണ്. അതാണ് ഈ മണികർണിക ഘാട്ടിൻ്റെ പ്രത്യേകത. ഇവിടെ എന്താണ് അതിന് പിന്നിലുള്ള ശാസ്ത്രം എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം കുറേ നിഗൂഢമായ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ ഒരു മരണ വീട്ടിൽ പോയാൽ എത്രമാത്രം സ്മെല്ലാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇത്രമാത്രം ശരീരങ്ങൾ ഇവിടെ എരിയുന്നുണ്ടെങ്കിൽ പോലും ഒട്ടും തന്നെ സ്മെല്ലില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഔട്ടായി പോകട്ടാ. നമുക്ക് ഈ ഗംഗയെ സാക്ഷി നിർത്തിയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇവിടെ ദഹിപ്പിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ മോക്ഷം കിട്ടിപ്പോകും എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഗംഗാരതി നടക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടെയാണ് ഗംഗാരതി നടക്കുന്നത്. വൈകുന്നേരം 6:30-ക്കാണ് ഗംഗാരതി നടക്കുന്നത്.
നമ്മൾ ഒരിക്കലെങ്കിലും കാശിയിൽ പോകണം കേട്ടോ. ഒറ്റൊരു തവണയെങ്കിലും നമ്മൾ കാശി അവിടെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, നമുക്ക് കുറേ നമ്മളുടെ കർമ്മ റിലീസാവും നമ്മൾ കാശി പോയി കഴിഞ്ഞാൽ. നമ്മൾ ഈ സ്ഥലത്ത് ഇത് രാത്രിയാണ് കേട്ടോ, ഒരു 12 മണി ആയ സമയത്താണ് നമ്മളവിടെ പോയത്. അപ്പോൾ